പിതാവിന്റെയും നാമത്തിൽ നിന്നെ ഞാൻ ജ്ഞാനസ്നാനപ്പെടുത്തുന്നു. ഈ ദീപം ഒരിക്കലും അണയാതെ ഈ കുഞ്ഞിന്റെ ഹൃദയത്തിൽ പ്രകാശിക്കട്ടെ. ക്രിസ്തുവിന്റെ പ്രകാശത്തിൽ ജനിച്ച ഈ കുഞ്ഞ് പ്രകാശത്തിന്റെ പ്രതീകമായി ജീവിക്കട്ടെ. മരണം വരെ ഇവൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും എല്ലാ വിശുദ്ധന്മാരോടും ചേർന്ന് അവസാന ദിവസം ആകാശമോക്ഷത്തിൽ ഒന്നിക്കുവാനും ഇടവരട്ടെ. ആമീൻ. അച്ഛൻ എന്ത് ചെയ്യുന്നു തോമ? മുതലാളി, ആ ചാവടിയിലെ ക്ലാരയുടെ കുഞ്ഞിനെ മാമോദി സമുക്കുന്നു. ആ തന്തയില്ലാത്ത കുഞ്ഞിനെ? അതേന്ന്. അത് മുൻപ് നിന്ന് അച്ഛൻ വിലക്കിയതാണെന്ന് നീ പറഞ്ഞില്ലേ? ഞാൻ പറയാനുള്ളത് പറഞ്ഞു, പക്ഷേ പീറ്റർ ഇടപെട്ടു. ഓഹോ, അപ്പോൾ പീറ്ററിന്റെ ഭീഷണിക്ക് വഴങ്ങിയാണ് ജെയിംസ് അച്ഛൻ ഇതൊക്കെ ചെയ്യുന്നത് അല്ലേ? പീറ്റർ പറഞ്ഞാൽ കർത്താവ് പോലും വഴങ്ങുന്ന നിലയാണല്ലോ ഇപ്പൊ ഇവിടെ ഉള്ളത്. പിന്നെ കുഞ്ഞിനെ കുളിപ്പിക്കുന്ന വെള്ളം ഒരു 3 ദിവസത്തേക്ക് മനുഷ്യൻ ചവിട്ടുന്നിടത്തും കുടിക്കരുത്. അതെന്താ? ആനാ വെള്ളം ആ തലയിൽ ഒഴിച്ചിരിക്കുന്നത്. അത് ചവിട്ടിയ ചാവ് ദോഷമാ. ഓ ശരി. അച്ഛന്റെ കാല് പിടിച്ചാ ഞാൻ ഈ മാമൂദിസ നടത്തിച്ചത്. എന്നിട്ട് എന്നെ ഗവനിക്കാൻ പോവാന്നു. അച്ഛാമ്മേ, ഞങ്ങൾക്ക് 2 രൂപ കൊടുത്ത്. 2 രൂപയോ? 5 രൂപ എന്റെ പതിവ്. ഇപ്പൊ ഇത് മതി. തന്തയില്ലാത്ത കുഞ്ഞല്ലേ, കിട്ടിയത് മിച്ചം. പീറ്റർ ഇടപെട്ടത് കൊണ്ടല്ല ചാക്കോച്ച ഞാൻ ഈ മാമോദിസ നടത്തിയത്. ആ കുഞ്ഞ് സത്യത്തിൽ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടോ? അവളുടെ തള്ള തെറ്റുകാരിയല്ലേ അച്ഛോ? ആരാ അവളെ തെറ്റുകാരിയാക്കിയത്? ജീവിക്കാൻ മാർഗമുണ്ടായിരുന്നെങ്കിൽ ക്ലാര തെറ്റ് ചെയ്യുമായിരുന്നു. അവളെ സഹായിക്കുന്നതിന് പകരം നശിപ്പിച്ചത് നമ്മളാണ്, പുരുഷന്മാർ. ആ നിലയ്ക്ക് ആരാണ് തെറ്റുകാർ? അവളോ നമ്മളോ? ഇവിടെ എത്രയോ അച്ഛന്മാർ വന്നു പോയി, പക്ഷെ ഇത്രയും വലിയൊരു മനസ്സ് ഞാൻ ആരിലും കണ്ടില്ല. ഇതിൽ മഹത്വമൊന്നുമില്ല ചാക്കോച്ച. ഒരു വൈദികന്റെ കടമയാണ് ഞാൻ ചെയ്തത്. പക്ഷെ ഒരു കാര്യം, അച്ഛനെ ഭീഷണിപ്പെടുത്തി മാമോദിസ് നടത്തിയെന്ന് പീറ്റർ നാളെ പറഞ്ഞുകൊണ്ട് നടക്കും. പീറ്റർ അത്രക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ ആള് നല്ലവനാണ് അച്ചു, പക്ഷെ കൂട്ടുകെട്ടാ അവനെ ചീത്തയാക്കിയത്. അതെന്താ? പീറ്റർ ഇവിടുത്തെ ശവപ്പെട്ടിപ്പണിക്കാരൻ എസ്തപ്പാന്റെ മോനാ. ഞങ്ങളുടെ ഒക്കെ സഹായം കൊണ്ടാ അവൻ പഠിച്ച് BA പാസ്സായത്. പക്ഷെ അത് കഴിഞ്ഞപ്പോ തല തിരിഞ്ഞുപോയി. കാരണം? അഹങ്കാരം. അല്ലാതെന്താ? നാട്ടിലുള്ള സർവ്വ കുഴപ്പത്തിന്റെയും പുറകിൽ അവൻ കാണും. പണ്ട് ഇവിടെ ഇരുന്ന അച്ഛന്മാരുമായി എന്നും വഴക്കായിരുന്നു. നിങ്ങൾ എല്ലാവരും കൂടെ മനസ്സ് വെച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി അവൻ ഉണ്ടാക്കി കൊടുക്കാമായിരുന്നു. തൊഴിലില്ലാതെ അലയുന്നത് കൊണ്ടല്ലേ അവൻ നിങ്ങൾക്ക് ഒരു തലവേദനയായി മാറിയിരിക്കുന്നത്? അതും ശരിയാണച്ചോ. എനിക്ക് അവനെ ഇഷ്ടമാ. പക്ഷേ ഒരു കാര്യത്തിലേ എനിക്ക് അവനോട് അഭിപ്രായ വ്യത്യാസമുള്ളൂ. എന്താ? നമ്മുടെ പള്ളിക്കൂടത്തിലെ അശ്വതി ടീച്ചറിന്റെ വീട്ടിൽ അവൻ ഇപ്പൊ കയറി ഇറങ്ങി നടക്കുക. പെണ്ണിന് എന്തെങ്കിലും കുഴപ്പം വന്നാൽ പള്ളിക്കൂടത്തിനായിരിക്കും പേരുദോഷം. കൈക്കാരനെന്ന നിലയ്ക്ക് എനിക്കത് കണ്ടില്ലെന്ന് വെക്കാൻ പറ്റുമോ? ഞാൻ അതിനെപ്പറ്റി അന്വേഷിക്കാം. ഇതൊക്കെ വളർത്തുദോഷമാണ് അച്ചു. മാതാപിതാക്കന്മാർ വേണ്ടത്ര ശ്രദ്ധിച്ചില്ലെങ്കിൽ മക്കൾ പരുന്തും കാലേ പോവും. കേട്ടോ അച്ചു, എനിക്ക് മക്കളില്ല. എന്റെ അനന്തരവൻ ജോണിയെ ഞാൻ ദത്തെടുത്ത് വളർത്തുക. ഓഹോ, ജോണി ദത്തുപുത്രനാണല്ലേ? അതെ അച്ചു. കൊച്ചിലേ മുതൽ ദൈവഭയത്തിലും ചൊല്ലുവിളിയിലുമാണ് ഞാൻ അവനെ വളർത്തുന്നത്. ഇത്രയും പ്രായമായെങ്കിലും ഇന്നുവരെ ഒരു പെൺകൊച്ചിന്റെ മുഖത്തുപോലും അവൻ നോക്കിയിട്ടില്ല. ജോണി, എന്താണ് ചേട്ടൻ നമ്മുടെ ഈ ബന്ധം അറിഞ്ഞാൽ എന്താ? ജോണിക്ക് ചേട്ടന്റെ സ്വഭാവം അറിഞ്ഞൂടെ? ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നെന്ന് പറഞ്ഞാൽ നിന്റെ ചേട്ടൻ ഒരിക്കലും എതിർക്കില്ല. ജോണിയുടെ അച്ഛൻ സമ്മതിക്കണം. ഈ പീറ്ററിന്റെ സഹോദരിയാണെന്ന പേരിൽ അച്ഛനെ എതിർത്താൽ ഞാൻ അച്ഛനോട് യാത്ര പറഞ്ഞിറങ്ങിപ്പോയി. എന്നെ എടുത്തു വളർത്തിയെന്നല്ലാതെ ഞാൻ അച്ഛന്റെ അടിമയൊന്നുമല്ല. എനിക്ക് വേണ്ടി ജോണി എല്ലാം നഷ്ടപ്പെടണം. ഈ ലോകം മുഴുവൻ നഷ്ടപ്പെട്ടാലും നീ എന്നും എന്റേതായി തീർന്നാൽ മാത്രം മതി. എന്റെ ചോട്
വല്ലവരും കണ്ടാൽ? കാണട്ടെ, എന്നത് ഒളിച്ചു വെക്കാൻ പറ്റില്ലല്ലോ. അയ്യോ, നേരെ ഒത്തിരി, ഞാൻ പോട്ടെ. ഞാൻ കാറെ കൊണ്ടുവിടാം. അതെ, കല്യാണം കഴിഞ്ഞിട്ട്. എത്തപ്പാൻ ചേട്ടന് നമ്മുടെ ക്ലാരയെ അടുത്തറിയാമല്ലോ. എരപ്പാളി, ആ പെഴകത്തോടെ അടുത്ത് ഞാനെപ്പോഴാ അടുത്തത്? അല്ല, ആളെ അറിയാമല്ലോ എന്ന് പറയായിരുന്നു. അവളെ ആരാ അറിയാത്തത്? തന്തയില്ലാത്തൊരു കൊച്ചിനെ പറ്റവളല്ലേ? ആന്നേ, നമ്മുടെ മോന് വല്ല കാര്യമുണ്ടോ ആ കൊച്ചിനെ മാമൂദിസ മുക്കിക്കാൻ? ടീച്ചർ മുക്കിച്ചോ? അതേ റീത്ത ചേട്ടത്തി പള്ളിമേടെ കയറി വന്ന് അച്ഛനെ ഭീഷണിപ്പെടുത്തി. മാമൂദിസ മുക്കി കൊടുത്തില്ലെങ്കിൽ കുത്തി കുടലെടുത്തോളെന്ന് പറഞ്ഞു. ടീച്ചറോ? അതേന്ന്. അച്ഛൻ പാവമല്ലേ, അത് ഞാൻ പേടിച്ച് മാമൂദിസ നടത്തി കൊടുത്തു. കേട്ടോടി നിന്റെ മോന്റെ ഗുണവധികാരം. ഇയാള് കള്ളു കുടിച്ചോണ്ട് വന്നിരുന്ന ഏഷനെ പറയുക. ഞാൻ എന്തിനാ ഏഷണി പറയുന്നത്? ടീച്ചർ എവിടെ വേണമെങ്കിലും പോയി വഴക്കുണ്ടായിക്കോട്ടെ. പക്ഷെ പള്ളിക്കാരത്തിൽ തൊട്ട് കളിക്കുന്നത് ഈത്തക്കളിയാണെന്ന് പറയാനാ ഞാൻ വന്നത്. തോമാ, എന്റെ മോൻ വരുമ്പോ ഞാൻ ഇക്കാര്യം അവനോട് ചോദിക്കും. നീ പറഞ്ഞത് കള്ളമാണെങ്കിൽ ഞാൻ അവനെ നിന്റെ വീട്ടിലോട്ട് അയക്കും. എന്റെ പൊന്നു ചേട്ടത്തി, ദൈവത്തെ ഓർത്ത് അത് മാത്രം ചെയ്യരുത്. അവൻ വന്നാ എന്നെയും കൊന്ന് പെരക്ക് തീ മറ്റേ പോവുള്ളൂ. അപ്പൊ നീ പറഞ്ഞത് കള്ളമല്ലേ? എന്റെ ശുദ്ധഗതിക്ക് ഒരു മണ്ടത്തരം പറഞ്ഞു പോയതാ. അയ്യോ, വീട്ടിൽ വരുന്ന തലവേർത്തം വരുന്നുണ്ടേ, എന്ന് ചോറ് വിളമ്പി കൊടുക്ക. നിങ്ങൾ എന്തിനാ അവനെ ഇങ്ങനെ പ്രാകുന്നത്? എങ്ങനെ പ്രാകാതിരിക്കും? കണ്ണു തെളിയട്ടെ എന്ന് വെച്ച് ബിയെ വരെ പഠിച്ചു. എന്നിട്ട് ഇപ്പൊ തെണ്ടി നടക്കല്ലേ? ഈ എരപ്പാളി കാരണം ആലീസിനെ കെട്ടാനൊരു പട്ടിയും വരത്തിലടി. നല്ല ഒന്നാന്തരം ചെറുക്കനെ കണ്ടുപിടിച്ച് അവന്റെ പെങ്ങളെ അവൻ കെട്ടിച്ചോളും. നിന്റെ അമ്മയെ കെട്ടിക്കും. പെണ്ണിന്റെ കണ്ണിനകത്തൊരു ഞെക്കുവിളക്കുണ്ട്, അത് കണ്ണിലടിച്ചാൽ പിന്നെ കാണാ കുടുക്ക് തന്നെ. ഈ പെണ്ണിന്റെ ആ പെണ്ണേതാണെന്നറിയാമോ? ടീച്ചറിന്റെ പെങ്ങളാ. അയ്യോ, ചതിച്ചല്ലോ ഭഗവാനെ. എന്റെ പൊന്നു പെങ്ങളെ ആളറിയാതെ പാടിപ്പോയതാ. ദയവ് ചെയ്ത് പീറ്ററേട്ടനോട് പറയരുതേ. അശ്വതിയുടെ അച്ഛനുള്ള കാലത്ത് ചാക്കോ മുതലേ അവിടെ താമസിക്കാൻ സ്ഥലം തന്നത്. ഈ വീട് ഞങ്ങൾ വെച്ചതാ. ചുറ്റും കാണുന്ന ദേഹണ്ണവും ഞങ്ങളുടേതാ. അതൊക്കെ ശരിയായിരിക്കും. പക്ഷെ ഇപ്പൊ ഈ സ്ഥലം ഞാൻ ചാക്കോ മുതലാളിയോട് വിലക്ക് വാങ്ങിയിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾ ഈ വീട്ടിൽ വെറും കൈയോട് ഇറങ്ങി പോണം എന്ന് പറയുന്നത് എന്ത് ന്യായമാ? ടീച്ചറിന് ന്യായമൊന്നും പഠിപ്പിക്കണ്ട. മര്യാദയ്ക്ക് വീട് ഒഴിഞ്ഞിരുന്നാണ് നല്ലത്. ഇതിനൊരു തീരുമാനം ഉണ്ടാകാതെ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങില്ല. ഇറങ്ങിയല്ലേ? അകത്തെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിടാ. അയ്യോ, ഈശ്വരൻ നിരക്കാത്ത പ്രവർത്തി ചെയ്യരുത്. അങ്ങോട്ട് മാറി നിൽക്കണേ. നോക്കി നിൽക്കാതെ അകത്ത് എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്തിടാ. അകത്ത് നിന്ന് എടുത്ത സാധനങ്ങളെല്ലാം അതാത് സ്ഥാനത്ത് കൊണ്ടുപോയി. നിൽക്കണവിടെ. നിന്നെയൊക്കെ വിളിച്ചോണ്ട് വന്ന് പീറ്റതല്ല, ഞാനാണ്. സാധനങ്ങൾ മുഴുവൻ എടുത്ത് പുറത്തിടേ. സാറ് തന്നെ അങ്ങ് എടുത്തോണ്ടാ മതി, ഞങ്ങളെ കൊണ്ട് ഒക്കില്ല. നിനക്കൊക്കെ പേടിയാണെങ്കിൽ ഞാൻ എടുക്കാം. ഉണ്ണേ, നിങ്ങൾ രണ്ടുപേരും അകത്തോട്ട് പോകും. ഈ പടി കടക്കുകയോ അവരുടെ ഏതെങ്കിലും സാധനങ്ങൾ തൊടുകയോ ചെയ്യരുത്. തൊട്ടാതെ എന്ത് ചെയ്യും?
ടീച്ചർ എന്താ ഇത്? ഏത് പ്രശ്നവും സമാധാനമായിട്ട് കൈകാര്യം ചെയ്യുന്നല്ലേ നല്ലത്? അച്ചോ, മര്യാദയ്ക്ക് കാര്യം പറഞ്ഞാൽ എവന് മനസ്സിലായി. അതുകൊണ്ട് എനിക്ക് ചെയ്യാവുന്നത് ഞാൻ ചെയ്യും. അത് ഒരു നല്ല രീതിയല്ല ടീച്ചർ. തെറ്റാണെങ്കിൽ അച്ഛൻ ക്ഷമിക്കുക, ഞാൻ മാറി തന്നെ. അച്ഛന്റെ രീതിക്ക് ഈ പ്രശ്നം പരിഹരിച്ചു. ഉണ്ണി, എന്താ കാര്യം? അച്ഛോ, ഞാൻ ചാക്കോ മുതലായിട്ട് വാങ്ങിയ സ്ഥലമാണ്. എനിക്ക് ഇതിന്റെ ഉടമസ്ഥാവകാശം കിട്ടണം. അതിന് സമ്മതിക്കില്ലെങ്കിൽ എന്നെ കൊണ്ടാവുന്നു ഞാനും നോക്കോളാം. ലക്ഷ്മിയമ്മേ, എന്താ പ്രശ്നം? ഉണ്ണിക്കിപ്പോ തീറ് കൊടുത്ത 3 ഏക്കർ സ്ഥലത്താണ് അശ്വതിയുടെ വീട് നിൽക്കുന്നത്. അവിടെ ഉണ്ണി ഒരു റബ്ബർ ഫാക്ടറി തുടങ്ങാൻ പോകും. ചാക്കോച്ചനും അതിൽ പങ്കാളിയല്ലേ? അങ്ങനെ കാര്യമായിട്ട് മുതൽ മുടക്കൊന്നുമില്ല. ഉണ്ണി ജപ്പാനിൽ പോയി അതേപ്പറ്റി കൂടുതൽ പഠിച്ചു വന്നപ്പോ ഒരു ഫാക്ടറി തുടങ്ങാൻ സഹായിക്കണമെന്ന് എന്നോട് പറഞ്ഞു. വളരെക്കാലമായിട്ട് എന്റെ കൂടെ മാനേജറായിട്ട് നിൽക്കുന്ന ആളാണല്ലോ. അതുകൊണ്ട് എന്റെ വകയായിട്ട് സ്ഥലം ഞാൻ തീർന്നു. 10-20 വർഷമായിട്ട് അശ്വതിയുടെ കുടുംബം ആ വസ്തുവിൽ കുടികിടക്കുകയല്ലേ? മുതലാളി ഇഷ്ടദാനം കൊടുത്തൊന്നും അല്ലല്ലോ. മറ്റൊരാൾക്ക് വസ്തു വിറ്റപ്പോ അങ്ങോട്ട് ഇറങ്ങിക്കൊടുക്കുന്നല്ലേ മര്യാദ. അവർക്ക് ആ സ്ഥലത്ത് ദേഹണ്ണമുണ്ടല്ലോ. അത് വെട്ടിക്കളഞ്ഞിട്ട് വേണം ഫാക്ടറി പണിയാൻ. അപ്പൊ പുരയോ? പൊളിച്ച് ദൂരെ കളയും. അശ്വതിക്ക് അച്ഛനില്ല. പള്ളിവക സ്കൂളിൽ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. ആ നിലയ്ക്ക് അവര് വെറും കൈയോടെ ഇറക്കി വിട്ടാൽ അവരെങ്ങോട്ട് പോകും? അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. അത് ശരിയല്ല ഉണ്ണി. വിധവകളെയും മാതാപിതാക്കന്മാരില്ലാത്ത കുഞ്ഞുങ്ങളെയും ഞെരുക്കുന്നത് തലപ്പെട്ട ദോഷമാണ്. അച്ചോ, ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്തൊരു തീരുമാനം അച്ഛനെടുത്താട്ടെ. ആ പറമ്പിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു 15 സെന്റ് സ്ഥലം അവർക്ക് കൊടുത്താൽ നന്നായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. 15 സെന്റ് സ്ഥലവും ഒരു സൂചി കുത്താ സ്ഥലം ഞാൻ കൊടുക്കില്ല. ഉണ്ണിയുടെ നിലപാട് ഇതാണെങ്കിൽ ചിലപ്പോ അവരവിടെ നിറങ്ങിയില്ലെന്ന് വരും. ഇറക്കാൻ ഇവിടെ പോലീസും കോടതി കൊണ്ടച്ചോ. ഉണ്ണി പഴയ കാലമൊന്നുമല്ല. നീതിക്കെതിരായിട്ട് എന്ത് നടന്നാലും ഇന്ന് പാവപ്പെട്ടവരെല്ലാം ഒന്നിച്ചു കൂടും. പോലീസിനും പട്ടാളത്തിനുമൊന്നും ആ ശക്തിയെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞെന്ന് വരില്ല.